ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുക. ഞാനിവിടെ ഒരു ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്, 2 kg അടുത്തായിട്ട് വരും. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ഓരോ ടേബിൾ സ്പൂണ്. പിന്നെ മുളക് പൊടി 3 ടേബിൾ സ്പൂണ്, പിന്നെ ഉപ്പ്, വിനെഗർ ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി മാറ്റി വെക്കും. ഒരു 1/4 മണിക്കൂറോളം മാറ്റി വെക്കാം. പിന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട്, അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ കൂടുതൽ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ആക്കി മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ടേക്ക് നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണ ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാമിൻ്റെ ബട്ടർ ആട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ പകുതി ഭാഗം ഇതിലോട്ടേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി ലാസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായി കട്ടാക്കിയത് 4 സവാള ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ള. പിന്നെ പച്ചമുളക് 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്നിത് സോഫ്റ്റ് ആയാൽ മതി. പിന്നെ ഇതിലോട്ടേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20-25ഓളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ചേർക്കുന്നത് അത്രത്തോളം ചേർത്താൽ മതി കേട്ടോ, ഇത്ര തന്നെ വേണമെന്നില്ല. ഇതൊരു 10 കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി കൂടുതലായി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു റെഡ് കളർ വരുമ്പോൾ ബട്ടർ ചിക്കൻ്റെ ഒരു സ്റ്റൈൽ അങ്ങ് പോവും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈയിൽ ചേർത്ത് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് അത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കേട്ടോ. ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ തക്കാളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തക്കാളിൻ്റെ ടേസ്റ്റ് അങ്ങ് ഒരു പുളിപ്പ് ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് അത് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഗരം മസാല ഇതിൽ മസ്റ്റ് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ ചൂടുവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിത് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ സെയിം പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരച്ച പേസ്റ്റ് അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലോട്ടേക്ക് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരുന്നില്ലേ, അത് മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കസൂരി മേത്തി, അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ ബട്ടർ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അത് വിട്ടുപോയിട്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിന് തന്നെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ വിനെഗറും കൂടി ചേർക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടർ ഈ ഒരു ടൈമിനാട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. അപ്പം എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്